മരണം സുനിശ്ചിതവും അനിവാര്യവുമാണ്. പാരത്രിക ജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ ചുവടുവെപ്പാണ് മരണം. അതിനാൽ വിശ്വാസി സദാ മരണത്തെ സ്മരിക്കണമെന്നും മരിക്കുന്നത് സദ്വൃത്തനായ നിലയിലായിരിക്കണമെന്നും അനുശാസിക്കപ്പെട്ടിരിക്കുന്നു. ലൗകിക ജീവിതത്തിലെ ക്ലേശനിർഭരവും അപകടങ്ങൾ നിറഞ്ഞതുമായ സന്ദർഭങ്ങളെ സഹനത്തിലൂടെ പാപമോചനത്തിനും പ്രതിഫലത്തിനുമുള്ള അവസരങ്ങളാക്കി മാറ്റേണ്ടവനാണ് അവൻ. മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ സിഡിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിദഗ്ധ ഉപദേശ നിർദ്ദേശപ്രകാരമാണ് നിർമ്മിച്ചതെങ്കിലും വല്ല പിഴവുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني سلطانيه خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه فرش التراب يضمني وهو غطاء حول الرمال تلفني മരിച്ച ഉടനെ മയ്യത്തിന്റെ തുറന്നിരിക്കുന്ന കണ്ണുകൾ പൂട്ടുകയും ശേഷം അയാൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്ന് പ്രവാചക വചനങ്ങളിൽ കാണാം. വായ് തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ അടച്ച് തുണികൊണ്ട് കെട്ടുന്നത് നല്ലതായിരിക്കും. കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവയവങ്ങൾ ഉറച്ചു പോകാതിരിക്കാൻ കൈകാലുകൾ ഇങ്ങനെ ഇളക്കിക്കൊടുക്കുന്നത് നല്ലതാണ്. കൈകൾ രണ്ടും ചലിപ്പിച്ചതിന് ശേഷം നീട്ടിയാണ് വെക്കേണ്ടതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين കാലുകൾ ചലിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം തുണികൊണ്ട് 2 കാൽപാദങ്ങളിലെയും തള്ളവിരലുകൾ കൂട്ടി കെട്ടുക. വയറിനു മുകളിലായി
ചെറിയ ഭാരമുള്ളതെന്തെങ്കിലും വെക്കുക. ഇത് വയർ വീർത്തു വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് ഒരു തുണി കൊണ്ട് മയ്യത്ത് മുഴുവനായും മൂടണം. എന്നാൽ ഹജ്ജിൽ പ്രവേശിച്ച വ്യക്തിയാണ് മരിച്ചതെങ്കിൽ അയാളുടെ മുഖവും തലയും മറക്കുന്നത് പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട്. മരണവാർത്ത ലഭിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതായത് ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കലേക്കു തന്നെ മടങ്ങേണ്ടവരുമാണ്. മയ്യത്ത് കുളിപ്പിക്കൽ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുളിച്ച് ശരീരം ശുദ്ധിയാക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. മരണശേഷം മറ്റുള്ളവരാണ് ഈ കർമ്മം നിർവഹിച്ചു കൊടുക്കേണ്ടത്. ഇത് മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതുമാണ്. ഇത് ആരും നിർവഹിക്കാത്ത പക്ഷം എല്ലാവരും കുറ്റക്കാരായിത്തീരും. ആരെങ്കിലും നിർവഹിച്ചു കൊടുത്താൽ അവർക്കതിന് പ്രതിഫലം ലഭിക്കുകയും മറ്റുള്ളവർ ആ കുറ്റത്തിൽ നിന്ന് മുക്തരാവുകയും ചെയ്യുന്നു. എന്നാൽ ശുഹദാക്കൾ അഥവാ രക്തസാക്ഷികളെ കുളിപ്പിക്കുവാൻ പാടുള്ളതല്ല. കുളിപ്പിക്കാതെ രക്തം പുരണ്ട വസ്ത്രങ്ങളിൽ തന്നെ അവരുടെ മയ്യത്ത് മറവ് ചെയ്യേണ്ടതാണ്. പുരുഷൻ മരണപ്പെട്ടാൽ പുരുഷനും സ്ത്രീ മരണപ്പെട്ടാൽ സ്ത്രീയുമാണ് കുളിപ്പിക്കേണ്ടത്. എന്നാൽ ഭാര്യയുടെ മയ്യത്ത് ഭർത്താവിനും ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യക്കും കുളിപ്പിക്കാവുന്നതാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നവർ ആ മയ്യത്തിന്റെ അപാകതകൾ പുറത്തു പറയുവാൻ പാടില്ല. മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ ഒരു മറയുണ്ടായിരിക്കണം. മയ്യത്തിനെ കുളിപ്പിക്കാൻ ഉചിതം പച്ചവെള്ളം തന്നെയാണ്. വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനു വേണ്ടി കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കട്ടിലിന്റെ തലയുടെ ഭാഗം അല്പം ഉയർത്തിയിരിക്കുന്നത് നല്ലതാണ്. കുളിയുടെ പൂർണ്ണരൂപം. കുളിപ്പിക്കുന്നതിനു മുമ്പ് താടിയലിലെയും കാൽ വിരലുകളിലെയും കെട്ടുകൾ അഴിച്ചു മാറ്റണം. ശേഷം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റുക. وإذا رأيت ثم رأيت نعيما وملكا كبيرا عاليهم ثياب سندس خضر واستبرق وحلوا أساور من فضة وسقاهم ربهم شرابا طهورا وإذا رأيت ثم رأيت نعيما وملكا. നഗ്നത വെളിവാകാതിരിക്കാൻ തുണികൊണ്ട് മറയ്ക്കുന്നത് നല്ലതാണ്. കുളിപ്പിക്കുന്നവൻ കയ്യിൽ തുണി ചുറ്റുകയോ കയ്യുറ ധരിക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. ആദ്യമായി മയ്യത്തിനെ താങ്ങിയിരുത്തി ലഘുവായി വയറിന്മേൽ തടവി മാലിന്യങ്ങൾ പുറത്തു കളയണം. ഈ സന്ദർഭത്തിൽ ഒരാൾ വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കണം. ഇടത് കൈയിൽ തുണി ചുറ്റി ഗുഹ്യസ്ഥാനങ്ങൾ നന്നായി വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഗുഹ്യസ്ഥാനങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന തുണി പിന്നീട് ഉപേക്ഷിക്കണം. واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه ليلا طويلا
إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. ശേഷം മയ്യത്തിനെ മലർത്തിക്കിടത്തുക. പിന്നീട് കൈകാൽ വിരലുകളിലെ നഖങ്ങൾക്കിടയിലും മറ്റുമുള്ള അഴുക്കുകൾ വൃത്തിയാക്കുക. كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم തുടർന്ന് പല്ല് ശുദ്ധിയാക്കണം. وجاء فرعون ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذهم أخذة رابية ശേഷം വുളുവിന്റെ അവയവങ്ങൾ കഴുകിക്കൊണ്ട് വുളു നിർവഹിച്ചു കൊടുക്കുക. വായ് കഴുകുമ്പോൾ തല അല്പം ചരിച്ചു കൊടുക്കണം. ووجوه يومئذ باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى أيحسب الإنسان أن يترك سدى ألم يك نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. വുളുവിന് ശേഷം വലത് ഭാഗം വെള്ളമൊഴിക്കുക. فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه. തുടർന്ന് ഇടത് ഭാഗത്തും വെള്ളമൊഴിക്കണം. في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية
അതിനുശേഷം സോപ്പോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായി കഴുകണം. ولم أدر ما حسابيه يا ليتها كانت القاضية കഴുകുന്ന സമയത്ത് കയ്യിൽ തുണിക്കഷ്ണം ചുറ്റുകയോ കയ്യുറ ധരിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه. കക്ഷങ്ങളിലും കൈകാൽ വിരലുകൾക്കിടയിലും നന്നായി കഴുകാൻ ശ്രദ്ധിക്കണം. തലമുടി കഴുകുന്ന സന്ദർഭത്തിൽ വിരലുകളിട്ട് നന്നായി കഴുകാൻ ശ്രദ്ധിക്കണം. സ്ത്രീയാണെങ്കിൽ മെടഞ്ഞിട്ട മുടി കെട്ടഴിച്ചു വേണം കഴുകാൻ. പിന്നീട് ഇടതുഭാഗത്തേക്ക് ചരിച്ചു കിടത്തി വലതുഭാഗം വൃത്തിയായി കഴുകണം. ശേഷം വലതുഭാഗത്തേക്ക് ചരിച്ചു കിടത്തി ഇടതുഭാഗവും പുറത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളും കഴുകണം. إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فليس له اليوم هاهنا حميم. പിന്നീട് വെള്ളം ഉപയോഗിച്ച് കട്ടിലിലെ അഴുക്കുകൾ നീക്കം ചെയ്യുക. ഓരോ കഴുകലുകളും 3 പ്രാവശ്യമായി നിർവഹിക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ ഒറ്റയായ നിലക്ക് എണ്ണം വർദ്ധിപ്പിക്കാവുന്നതുമാണ്. അവസാനമായി ഒരു പാത്രത്തിൽ കർപ്പൂരമോ മറ്റ് സുഗന്ധങ്ങളോ കലർത്തി തല മുതൽ കാൽപാദം വരെ ഒഴിക്കണം. കുളിപ്പിച്ചതിനു ശേഷം നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് ശരീരം പൂർണ്ണമായും നനവില്ലാത്ത വിധം തുടച്ച് വൃത്തിയാക്കണം. ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين وإنه لتذكرة للمتقين. മയ്യത്തിനെ ചരിച്ചു കിടത്തി മയ്യത്തിന്റെ പുറംഭാഗവും കട്ടിലും തുടയ്ക്കുക. പുരുഷനാണെങ്കിൽ മുടി ചീകിയൊതുക്കണം. സ്ത്രീയാണെങ്കിൽ മുടി 3 ഭാഗമായി മെടഞ്ഞ് പിന്നിലേക്കിടണം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. കഫൻ ചെയ്യൽ. കുളി നിർവഹിച്ചതിനു ശേഷം മയ്യത്തിനെ വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിക്കണം. ഇതിനാണ് കഫൻ ചെയ്യുക എന്ന് പറയുന്നത്. പുരുഷനാണെങ്കിൽ 3 വസ്ത്രവും സ്ത്രീയാണെങ്കിൽ 5 വസ്ത്രവും ഉണ്ടായിരിക്കലാണ് ഉത്തമം. അബൂസലമ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: ഞാൻ പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എത്ര വസ്ത്രങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത്? അവർ പറഞ്ഞു,
3 കഷ്ണം വെള്ള വസ്ത്രത്തിൽ. കഫൻ പുടവ തയ്യാറാക്കൽ. പുരുഷനെയും സ്ത്രീയെയും കഫൻ ചെയ്യാൻ തല മുതൽ പാദം വരെ പൂർണ്ണമായും മറയ്ക്കാൻ പറ്റുന്ന വസ്ത്രമാണ് വേണ്ടത്. ജീവിതകാലത്ത് ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രങ്ങൾ കഫൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മയ്യത്തിന്റെ നീളത്തിനനുസരിച്ച് ആവശ്യമായ തുണി മുറിച്ചെടുക്കുക. കെട്ടുവാനുള്ള കയർ തുണിയുടെ അരികിൽ നിന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. പിന്നീട് മുറിച്ചെടുത്ത കയർ 3 ഭാഗങ്ങളിലായി വയ്ക്കുക. തുണിക്കഷ്ണങ്ങളിൽ ഏറ്റവും വലുത് അടിയിലും മറ്റുള്ളവ അതിനു മുകളിലുമായി നിവർത്തി വിരിക്കുക. ഹജ്ജിൽ പ്രവേശിച്ച വ്യക്തിയാണ് മരിച്ചതെങ്കിൽ ഇഹ്റാമിന്റെ 2 വസ്ത്രത്തിൽ കഫൻ ചെയ്യണം. തല മൂടാൻ പാടില്ല. മയ്യത്ത് സ്ത്രീയാണെങ്കിൽ ഒരു അരയുടുപ്പും മക്കനയും നീളക്കുപ്പായവും പിന്നെ 2 തുണികളുമാണ് കഫൻ ചെയ്യാനായി ഉപയോഗിക്കേണ്ടത്. കുളിപ്പിക്കുന്ന അതേ സ്ഥലത്ത് വച്ച് തന്നെ കഫൻ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി വിരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ ഇരുവശങ്ങളും മധ്യഭാഗത്തേക്ക് ചുരുട്ടിവച്ച ശേഷം ഇപ്രകാരം മടക്കി തയ്യാർ ചെയ്ത് വയ്ക്കുക. കഫൻ ചെയ്യുന്ന വിധം. കുളിപ്പിച്ചതിന് ശേഷം നേരത്തെ മടക്കി വച്ച കഫൻ പുടവ മടക്ക് നിവർത്തി കട്ടിലിൽ വയ്ക്കുക. തുടർന്ന് മയ്യത്തിനെ ഒരു ഭാഗത്തേക്ക് ചരിച്ചു പിടിച്ച് വസ്ത്രം ശരീരത്തിലേക്ക് അടുപ്പിച്ചു വെക്കുകയും തുണിയുടെ ഒരു ഭാഗത്തെ ചുരുൾ നിവർത്തുകയും ചെയ്യുക. പിന്നീട് മയ്യത്തിനെ തുണിയിലേക്ക് ചരിച്ചു കിടത്തി തുണിയുടെ മറുഭാഗവും നിവർത്തുക. മയ്യത്തിൽ നിന്ന് മാലിന്യം പുറത്തു വരുമെന്ന് ഭയപ്പെട്ടാൽ പരുത്തി വയ്ക്കാവുന്നതാണ്. തുടർന്ന് തുണിക്കഷ്ണങ്ങൾ ഓരോന്നും ആദ്യം ഇടതുവശം വലത്തോട്ടും പിന്നെ വലതുവശം ഇടത്തോട്ടുമായി ചുറ്റി പൊതിയുക. സ്ത്രീയുടെ മയ്യത്താണ് കഫൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം അരയുടുപ്പ് ധരിപ്പിക്കുകയും ഇപ്രകാരം ഒരു കഷ്ണം തുണി കൊണ്ട് മുഖമക്കന പോലെ ധരിപ്പിക്കുക. ശേഷം നീളക്കുപ്പായം തലയ്ക്ക് മുകളിലൂടെ ധരിപ്പിക്കണം. പിന്നീട് ബാക്കിയുള്ള തുണികൾ ഓരോന്നും ആദ്യം ഇടതുവശം വലത്തോട്ടും പിന്നെ വലതുവശം ഇടത്തോട്ടുമായി ചുറ്റി പൊതിയുക. കൂടുതൽ വരുന്ന വസ്ത്രം തലയുടെയും കാലിന്റെയും അപ്പുറം കൂട്ടിപ്പിടിച്ച് കെട്ടുക. കഫൻ ചെയ്യുന്ന വസ്ത്രത്തിലും മയ്യത്തിന്റെ ശരീരത്തിലും സുഗന്ധം പൂശുന്നതിന് വിരോധമില്ല. ഹജ്ജിൽ പ്രവേശിച്ച വ്യക്തിയാണ് മരിച്ചതെങ്കിൽ സുഗന്ധം പൂശാൻ പാടില്ല.
മയ്യിത്ത് നമസ്കാരം. മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മയ്യിത്ത് നമസ്കാരം. ഇതൊരു സാമൂഹ്യ ബാധ്യതയാണ്. അതായത്, ആരും നിർവഹിക്കാതിരുന്നാൽ സമൂഹം മുഴുവൻ കുറ്റക്കാരായി തീരുന്നതാണ്. സ്ത്രീകൾക്കും മയ്യിത്ത് നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. മയ്യിത്ത് നമസ്കാരത്തിന് ഇമാം നിൽക്കാൻ കൂടുതൽ അർഹരായവർ മയ്യിത്തുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്. മയ്യിത്ത് നമസ്കാരത്തിന് സഫ് നിൽക്കുമ്പോൾ മറ്റ് ഫർള് നമസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി വരികൾ അടുത്തടുത്തായി നിൽക്കണം. മയ്യിത്ത് നമസ്കാരത്തിന് പ്രാരംഭ തക്ബീർ അടക്കം 4 തക്ബീറുകളാണ് ഉണ്ടാവുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: നജ്ജാഷി മരിച്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മരണവാർത്ത ജനങ്ങളെ അറിയിക്കുകയും അവരെയും കൊണ്ട് നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുകയും 4 തക്ബീറുകൾ ചൊല്ലുകയും ചെയ്തു. ഇതര നമസ്കാരങ്ങളെപ്പോലെ വുളു ഉണ്ടായിരിക്കുക, നിയ്യത്ത് ഉണ്ടായിരിക്കുക, ഖിബിലക്ക് നേരെ തിരിയുക, നഗ്നത മറയ്ക്കുക, കഴിവുള്ളവൻ നിൽക്കുക തുടങ്ങിയ നിബന്ധനകൾ മയ്യിത്ത് നമസ്കാരത്തിലും പാലിക്കേണ്ടതാണ്. എന്നാൽ മറ്റു നമസ്കാരങ്ങളെപ്പോലെ സുജൂദോ റുകൂഅോ മയ്യിത്ത് നമസ്കാരത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്തും സ്ത്രീയാണെങ്കിൽ മധ്യഭാഗത്തുമാണ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ നിൽക്കേണ്ടത്. മയ്യിത്തിന്റെ തലയുടെ ഭാഗം ഇമാമിന്റെ വലതുവശത്ത് വരത്തക്ക രീതിയിലായിരിക്കണം മയ്യിത്തിനെ കിടത്തേണ്ടത്. മയ്യിത്ത് നമസ്കാരം വീട്ടിൽ വച്ചോ പള്ളിയിൽ വച്ചോ മൈതാനത്ത് വച്ചോ നിർവഹിക്കാവുന്നതാണ്. മയ്യിത്ത് നമസ്കാരത്തിന്റെ രൂപം: ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈകളും ചുമലിന് നേരെ ഉയർത്തി കൈകെട്ടുക. ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. രണ്ടാമത്തെ തക്ബീറിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അത് ഇപ്രകാരമാകുന്നു: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഇബ്രാഹീമിനും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ മുഹമ്മദിനും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. നിശ്ചയം നീ സ്തുത്യർഹനും ഉന്നതനുമാണ്. അല്ലാഹുവേ, ഇബ്രാഹീമിനെയും കുടുംബത്തെയും നീ അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദിനും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. നിശ്ചയം നീ സ്തുത്യർഹനും ഉന്നതനുമാണ്. മൂന്നാമത്തെ തക്ബീറിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽബറദി വനഖ്ഹിഹി മിനൽ ഖതായ കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദു മിനദ്ദനസി വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വഅദ്ഖിൽഹുൽ ജന്നത വഖ്ഹി ഫിത്നത്തൽ ഖബ്രി വഅദാബൻ നാർ. അല്ലാഹുവേ, ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ.
ഇദ്ദേഹത്തിന്റെ ആതിഥ്യം ആദരപൂർവമാക്കണമേ. ഇദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലം വിശാലമാക്കണമേ. വെള്ളം, മഞ്ഞ്, ഹിമം എന്നിവ കൊണ്ട് ഇദ്ദേഹത്തെ കഴുകി ശുദ്ധിയാക്കണമേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്ന പോലെ ഇദ്ദേഹത്തെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കണമേ. ഇദ്ദേഹത്തിന്റെ ഭവനത്തേക്കാൾ ഉത്തമമായ ഭവനവും കുടുംബത്തേക്കാൾ ഉത്തമ കുടുംബവും ഇദ്ദേഹത്തിന് നൽകണമേ. ഇദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയിൽ നിന്ന് അഭയം നൽകണമേ. നാലാമത്തെ തക്ബീറിന് ശേഷം വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ഒന്ന് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ലാ തുഹർരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു. അല്ലാഹുവേ, അവന്റെ പേരിലുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് നിഷേധിക്കരുതേ. അവന് ശേഷം ഞങ്ങളെ നീ നാശത്തിലാക്കരുതേ. മറ്റൊന്ന്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വമയ്യിതിന വശാഹിദിന വഗായിബിന വസഗീറിന വകബീറിന വദകരിന വഉൻസാന. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹീഹി അലൽ ഇസ്ലാം വമൻ തവഫൈതഹു മിന്ന വതവഫഹു അലൽ ഈമാൻ. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തുദില്ലനാ ബഅദഹു. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും സ്ഥലത്തുള്ളവർക്കും ഇല്ലാത്തവർക്കും ചെറിയവർക്കും വലിയവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നീ പുറത്തു തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ആരെയെങ്കിലും ജീവിപ്പിക്കുകയാണെങ്കിൽ മുസ്ലിമായി ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയാണെങ്കിൽ വിശ്വാസിയായി മരിപ്പിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, അവന്റെ പേരിലുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് നിഷേധിക്കരുതേ. അവന് ശേഷം ഞങ്ങളെ നീ നാശത്തിലാക്കരുതേ. മറ്റൊന്ന്, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്ത് ഞങ്ങൾക്ക് നന്മ നൽകണമേ, പരലോകത്തും നന്മ നൽകണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. തുടർന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടുക. ജനാസ കൊണ്ടുപോകൽ. മയ്യിത്ത് നമസ്കാരം നിർവഹിച്ച ശേഷം ജനാസ കൊണ്ടുപോകലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ സുന്നത്ത്. ജനാസ കൊണ്ടുപോകുമ്പോൾ വേഗത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. വളരെ സാവധാനത്തിൽ ജനാസ കൊണ്ടുപോകൽ പ്രവാചകചര്യക്ക് വിരുദ്ധമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ ഇപ്രകാരം കാണാം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ മൃതദേഹം ധൃതിപ്പെട്ട് സംസ്കരിക്കണം. ആ മയ്യിത്ത് സുകൃതം ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിനെ നന്മയിലേക്ക് വേഗത്തിലെത്തിക്കുകയും മറിച്ചാണെങ്കിൽ നിങ്ങളുടെ ചുമലുകളിൽ നിന്ന് ഒരു തിന്മയെ വേഗത്തിൽ ഇറക്കി വെക്കുകയുമായിരിക്കും നിങ്ങൾ അതുവഴി ചെയ്യുന്നത്. ജനാസയെ അനുഗമിക്കുന്നവർക്ക് അതിന്റെ മുമ്പിലോ പിമ്പിലോ ഇരുഭാഗങ്ങളിലുമായോ നടക്കാവുന്നതാണ്. മയ്യിത്തിനെ അനുഗമിക്കുന്നത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. നിശബ്ദത പാലിച്ചുകൊണ്ടാണ് ജനാസ കൊണ്ടുപോകേണ്ടത്. ജനാസ കൊണ്ടുപോകുന്നത് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. ഖബറടക്കം ചെയ്യൽ. മയ്യിത്ത് മറവ് ചെയ്യുന്നതിനു വേണ്ടി ഒരു സ്ഥലം പ്രത്യേകമായി തയ്യാറാക്കേണ്ടതാണ്. മയ്യത്തിന്റെ നീളവും വീതിയും പരിഗണിച്ചുകൊണ്ട് വേണം ഖബറിന്റെ നീളവും വീതിയും വർദ്ധിപ്പിക്കാനും ചുരുക്കാനും. ഖബറുകളുടെ രൂപം ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിൽ കാണാറുണ്ട്. മൂടുകല്ലുകൾ വെക്കുന്നതിനു വേണ്ടി 4 വശത്തായി
കല്ലുകൊണ്ട് പടവ് ചെയ്യുന്നത് നന്നായിരിക്കും. ശേഷം മയ്യത്തിനെ ഖബറിലേക്ക് താഴ്ത്തിവെക്കുമ്പോൾ പിടിക്കുന്നതിനായി തോർത്തുമുണ്ടോ മറ്റോ ഉപയോഗിച്ച് മയ്യത്തിന്റെ മധ്യഭാഗത്തായി ചുറ്റി കെട്ടുക. മയ്യത്തിനെ ഖബറിലേക്ക് താഴ്ത്തുമ്പോൾ ബിസ്മില്ലാഹി വഅല മില്ലത്തി റസൂലില്ല എന്ന് ചൊല്ലുന്നത് സുന്നത്താണ്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹി വഅല മില്ലത്തി റസൂലില്ല. അള്ളാഹുവിന്റെ നാമത്തിലും അള്ളാഹുവിന്റെ ദൂതരുടെ ചര്യയനുസരിച്ചും ഞങ്ങൾ ഈ മൃതദേഹത്തെ സംസ്കരിക്കുന്നു. ഇപ്രകാരം ചൊല്ലിക്കൊണ്ട് കാലിന്റെ ഭാഗത്തിലൂടെ മയ്യത്തിനെ ഖബറിലേക്ക് താഴ്ത്തിവെക്കണം. ഈ സമയത്ത് ഒരാൾ മധ്യഭാഗത്തും മറ്റ് 2 പേർ തലയുടെയും കാലിന്റെയും ഭാഗങ്ങളിലായി നിന്നുകൊണ്ട് വേണം സാവധാനം പിടിച്ചിറക്കാൻ. الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة. മറ്റൊരു രീതി, മയ്യത്തിനെ വാരിയെടുത്ത് മുഖം കിബിലക്ക് അഭിമുഖമാകുന്ന വിധത്തിൽ അല്പം ചരിച്ചുകൊണ്ട് സാവധാനം ഇറക്കി വെക്കുക. فينبئكم بما كنتم تعملون قل إن الموت الذي تفرون منه فإنه ملاقيكم. മയ്യത്തിനെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ കെട്ടുകൾ അഴിച്ചു മാറ്റുന്നതിന് വിരോധമില്ല. മയ്യത്തിന്റെ ശരീരത്തിൽ മണ്ണ് വീഴാത്ത വിധം വേണം ഖബർ മൂടാൻ. അതിനു വേണ്ടിയാണ് മൂടുകല്ലുകൾ വെക്കുന്നത്. ثم ذهب إلى أهله يتمطى أولى لك فأولى ثم ഇങ്ങനെ മൂടുകല്ലുകൾ വെക്കുമ്പോൾ മണ്ണ് മയ്യത്തിന്റെ മേൽ വീഴാതിരിക്കുന്നതിനു വേണ്ടി ഇപ്രകാരം തുണിയോ മറ്റോ വിരിക്കുന്നതാണ് ഉചിതം. أيحسب الإنسان أن يترك سدى ألم يك نطفة من يمنى ثم كان علقة മൂടുകല്ലുകൾക്കിടയിലൂടെ മയ്യത്തിന്റെ മേൽ മണ്ണ് വീഴുമെന്ന് ഭയപ്പെടുന്നുവെങ്കിൽ കുഴച്ച മണ്ണോ മറ്റോ ഉപയോഗിച്ച് മൂടുകല്ലുകൾക്കിടയിലെ വിടവുകൾ അടയ്ക്കാവുന്നതാണ്. മൂടുകല്ലുകൾ കൊണ്ട് പൂർണ്ണമായും മൂടിയ ശേഷം ചുറ്റുമുള്ളവർ 3 കോരൽ മണ്ണ് ഖബറിലേക്ക് വാരിയിടുകയും ഇപ്രകാരം ചൊല്ലുകയും വേണം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. അതിൽ നിന്ന് അഥവാ മണ്ണിൽ നിന്ന് നാം നിങ്ങളെ സൃഷ്ടിച്ചു, അതിലേക്ക് തന്നെ നാം നിങ്ങളെ മടക്കുന്നു. മറ്റൊരിക്കൽ അതിൽ നിന്ന് നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. പിന്നീട് ഖബർ പൂർണ്ണമായും മണ്ണിട്ടുകൊണ്ട് മൂടുക. ഖബർ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ മയ്യത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കേണ്ടതാണ്. ഖബർ മൂടിയ ശേഷം തലയുടെയും കാലിന്റെയും ഭാഗം തിരിച്ചറിയുന്നതിനു വേണ്ടി ചെറിയ കല്ല് കുഴിച്ചിടുന്നതിന് വിരോധമില്ല. ഖബർ ഒരു ചാണിലധികം ഉയർത്താൻ പാടുള്ളതല്ല. ഖബർ കെട്ടിപ്പൊക്കുന്നതും ഖബറിന്മേൽ കുമ്മായം തേക്കുന്നതും
പ്രവാചകൻ നിരോധിച്ചതുമാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്: ഖബറുകളിന്മേൽ കുമ്മായം തേക്കുന്നതും ഇരിക്കുന്നതും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിരിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൃതദേഹം സംസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ഇപ്രകാരം പറയാറുണ്ടായിരുന്നു: നിങ്ങളുടെ സഹോദരന് പാപമോചനത്തിനായി പ്രാർത്ഥിക്കൂ. തസ്ബീത്ത് അഥവാ സ്ഥൈര്യം ചോദിക്കുകയും ചെയ്യുക. അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഖബർ സന്ദർശിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കൽ സുന്നത്താണ്: അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു തആല ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ. ഖബറുകളിലുള്ള വിശ്വാസികളും മുസ്ലിങ്ങളുമായ എല്ലാവർക്കും അള്ളാഹുവിന്റെ സമാധാനമുണ്ടാകട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ എത്തിച്ചേരുന്നതാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും സുഖം നൽകാൻ അള്ളാഹുവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മയ്യിത്ത് സംസ്കരണത്തെക്കുറിച്ചുള്ള പഠനം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സിഡിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. ലൈറ്റ് ഓഫ് ഖുർആൻ. أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. അറബി അക്ഷരങ്ങൾ എളുപ്പം എഴുതുവാനും വായിക്കുവാനും ഗ്രാഫിക്സിന്റെ സഹായത്താൽ തയ്യാറാക്കിയത്. നമസ്കാരം, വാഹനത്തിലെ നമസ്കാരം തുടങ്ങിയവ വിശദമായി പഠിപ്പിക്കുന്നു. ഖുർആൻ പഠനം, പരിഭാഷ, വാക്കർത്ഥം കൂടാതെ ഹദീസ് പഠനം, ചർച്ചകൾ, സംശയ നിവാരണം തുടങ്ങി ഒട്ടനവധി ഇസ്ലാമിക വിഷയങ്ങളുമായി ലൈറ്റ് ഓഫ് ഖുർആൻ. ഞങ്ങളുടെ വിലാസം: നോബിൾ വിഷൻ, നിയർ ദാറുസലാം മസ്ജിദ്, പുതിയങ്ങാടി, കാലിക്കറ്റ്. പിൻകോഡ് 673021. ഫോൺ 0495239240. മൊബൈൽ 9895039264, 98470222710.